നന്ദേട്ടാ, ഞാൻ മലപ്പുറത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നന്ദേട്ടൻ്റെ ഒരു നിരീക്ഷണം കേൾക്കാൻ വേണ്ടിയാണ്. മലപ്പുറത്തൊരു പൊളിറ്റിക്സ് അറിയാലോ. മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെ ആ ജില്ല ഉണ്ടായ കാലം തൊട്ടും അതിനു മുമ്പും ആ പ്രദേശത്ത് മുസ്ലിം ലീഗിന് വല്ലാത്ത സ്വാധീനമുണ്ട്. ഇപ്പോൾ 16 MLA-മാരിൽ 12 മുസ്ലിം ലീഗാണ്, അറിയാലോ. അപ്പോൾ അതിൽ 12 മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൂടെ 4 പ്രതിപക്ഷം, 10 മുസ്ലിം ലീഗും 2 കോൺഗ്രസും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളൊരവസ്ഥ. AP അനിൽകുമാറും ഷൗക്കത്തും അരിയാടൻ ഷൗക്കത്തും 2 കോൺഗ്രസ്സുകാരുണ്ട്, ബാക്കി 10 ലീഗുകാരുണ്ട്, 4 CPM-മാരുണ്ട്. അബ്ദുറഹ്മാൻ, പിന്നെ ജലീൽ, പിന്നെ 2 പേര് നന്ദകുമാറുണ്ട്, ഒരാളും കൂടിയുണ്ട്. അപ്പോൾ പൊന്നാനി, വണ്ടൂർ, ഓക്കെ. എന്തായാലും ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 94 പഞ്ചായത്തുണ്ട്, 10 മുനിസിപ്പാലിറ്റി ഉണ്ട്, 14 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ഇതിലൊക്കെ ഏറെക്കുറെ ഏറിയും കുറഞ്ഞും മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ തന്നെ, ഇടതുപക്ഷത്തിൻ്റെ കയ്യിലൊക്കെ നാമമാത്രമായതേ ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷം മലപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നേറ്റം സ്വതന്ത്രന്മാരെ വെച്ചുള്ളൊരു കളിയാണ്. അത് വിജയം കണ്ടിട്ടുണ്ട്. 2004 ഓർമ്മയുണ്ടല്ലോ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TK ഹംസ ജയിച്ചതുപോലെ അതിന് തൊട്ട് മുമ്പ് 2000 തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ അന്ന് 6 മുനിസിപ്പാലിറ്റി എങ്ങാണ്ടുള്ളൂ, ഈ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ഇടതുപക്ഷം ജയിച്ചതുപോലെ, ഭൂരിപക്ഷം പഞ്ചായത്തുകളിൽ ഇടതുപക്ഷം ജയിച്ചതുപോലെ ഒരു ചരിത്രത്തിൻ്റെ ഒരു കൂട്ടൽ നടക്കുന്നുണ്ട്. 2000 എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്നത്തെ ഒരു ചിത്രമാണോ ഇന്ന്? അങ്ങനെ ഒരു സ്വതന്ത്രന്മാരെ വെച്ചുള്ള കളി. ഇപ്പോൾ ഉദാഹരണത്തിന് പല പഞ്ചായത്തുകളിലും ഇപ്പോഴും 10 പഞ്ചായത്തുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി അവർ പറയുന്ന അവരുടെ പിന്നോക്കാവസ്ഥയാണ്, ഇടതുപക്ഷത്തിൻ്റെ മലപ്പുറത്തെ പിന്നോക്കാവസ്ഥ. 94 പഞ്ചായത്തുകളിൽ 10 എണ്ണത്തിൽ നാമമാത്രമായി പോലും ഇടതുപക്ഷമില്ല, 84 എണ്ണത്തിനാണ് പേരിലുള്ളത്. അത് തന്നെ പലയിടത്തും സ്വതന്ത്രന്മാരേ ഉള്ളൂ. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച ഒരാളുമില്ല, ആരുമില്ല. പ്രധാനമായിട്ട് ഇപ്പോൾ എനിക്കറിയാവുന്നത് താനൂരും തിരൂരങ്ങാടിയും, രണ്ട് നഗരസഭകളുണ്ട്. 2 നഗരസഭകളിൽ ഒറ്റ അരിവാൾ ചുറ്റിക നക്ഷത്രമില്ല. താനൂരിലിപ്പോൾ 3-4 പ്രതിപക്ഷ അംഗങ്ങൾ ഉള്ളത് സ്വതന്ത്ര ഇടതുപക്ഷ സ്വതന്ത്രന്മാർ. എന്നാൽ താനൂരിൻ്റെ ഒരു അത്ഭുതകരമായ രാഷ്ട്രീയ ചരിത്രം എന്ന് വെച്ചാൽ താനൂരിൽ സാക്ഷാൽ താമര ചിഹ്നത്തിൽ മത്സരിച്ച 7 BJP മെമ്പർമാരുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് മലപ്പുറത്ത്. അതേ നാണയത്തിലുള്ള കളിയാണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ മലപ്പുറത്തെ ഇലക്ഷൻ ലിസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ മിക്ക പഞ്ചായത്തിലും ഇപ്പോഴും അതേ കളിയാണ് കളിക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്ത അത് അവർ വളരെ തന്ത്രപൂർവ്വം. ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്, ഇപ്പോൾ നന്ദേട്ടൻ അതെങ്ങനെ കാണുന്നത് എനിക്കറിയില്ല, ഞങ്ങളത് വിജയിപ്പിച്ച് കാണിച്ച സ്ട്രാറ്റജിയാണ്, അത് തന്നെ ഞങ്ങൾ പിന്തുടരുന്ന. പക്ഷേ 2000-ലെ ഒരു സ്ട്രാറ്റജി ആയിരിക്കുമോ 25 കൊല്ലത്തിന് ശേഷവും മലപ്പുറത്ത്? അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പുതിയൊരു തത്വചിന്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കത്തക്ക രീതിയിലുള്ള ചിന്തകന്മാരൊന്നും പാർട്ടിക്കകത്തില്ല. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ചാനൽ ചർച്ചയിലേക്ക് തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പഴയ കാലത്ത് ചാനൽ ചർച്ചയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരിൽ ആരെ വിളിക്കുന്നുള്ള സംശയം വരിക. ഇപ്പോൾ ചാനൽ ചർച്ചയിൽ ആരെ വരിക? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരാനൊരാളില്ല. അത്യാവശ്യം 4 എഴുത്തും വായനയുള്ള ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നിപ്പോൾ ഇല്ല, കുറവാണ്. ഇല്ല, വളരെ വളരെ ദയനീയമാണ്. ഇതിൻ്റെ പിന്നിലൊരു വസ്തുത കൂടിയുണ്ട്. ഇതിൻ്റെ ശരിക്കും ഒരു തുടക്കം വരുന്നത് ഏകദേശം ഒരു 80 കാലത്തിന് മുമ്പായിട്ട് കേരളത്തിൽ നിന്ന് വ്യാപകമായിട്ട് ആളുകൾ റഷ്യയിലേക്ക് പറഞ്ഞയച്ചു. റഷ്യയിലേക്ക് പറഞ്ഞയച്ചതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളവർക്ക് പലർക്കും 1964 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മരിച്ചതിന് ശേഷം തുടങ്ങിയിട്ടുള്ള സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ഇവർക്ക് പലർക്കും കിട്ടി. അങ്ങനെ ഇവർ പലരെയും കൊണ്ടുപോയി. പലരും കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോകുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെലവിലാണ് കൊണ്ടുപോയത്. റഷ്യയുടെ ചെലവിലാണ് ഇവരെ കൊണ്ടുപോയത്. റഷ്യയുടെ ചെലവിലെ ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ റഷ്യ പറയുന്ന ചില സ്ഥലങ്ങളിൽ പോയി കണ്ടു. അങ്ങനെ കണ്ട പല ആളുകളുണ്ട്. കണ്ട ആളുകൾ ONV കുറിപ്പിന്റെ പേര് അതിനകത്ത് വരും. NV കൃഷ്ണവാര്യരുടെ ഗണത്തിൽപ്പെട്ട ആളാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാർ പലരും ആ തരത്തിൽ പോയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ പോയിട്ടുള്ളവരൊക്കെ ധരിച്ചത് കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തെക്കുറിച്ചാണ്. KPG നമ്പൂതിരിപ്പാട് അവിടെ കൊടുങ്ങല്ലൂർക്കാരനാണ്. അദ്ദേഹം ഒരു കവിത എഴുതി, സോവിയറ്റ് എന്നൊരു നാടുണ്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ എത്ര ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കവിത എഴുതിയ പുള്ളിയാണ്. KPG ആണ്. ഈ പറയുന്ന KPG ഒക്കെ തന്നെ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാല് KPG നമ്പൂതിരി ഫ്യൂഡലിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്നുള്ള ആളാണ്. അവിടെ നിന്നുള്ള തൻ്റെ ഈ വിഴുപ്പ് മാറ്റിവെക്കാൻ വേണ്ടി നടത്തുന്ന സൂത്രപ്പണിയാണ് ഈ പറയുന്ന കമ്മ്യൂണിസത്തിലേക്ക് ചേർന്നത്. അതിന് പല EMS ചേർന്ന പോലെ തന്നെയാണ് അതൊക്കെ. ഇതിനകത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന നമ്പൂതിരി കുടുംബങ്ങളിൽ ഫ്യൂഡലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, സമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾ, അത് തമ്പുരാക്കന്മാരായാലും കൊള്ളാം, ഈ പറയുന്ന നമ്പൂതിരിമാരായാലും കൊള്ളാം, നായന്മാരായാലും കൊള്ളാം, അവരൊക്കെ കമ്മ്യൂണിസ്റ്റാണ്.
അങ്ങനെയുള്ള കുറെ ആളുകളെ റഷ്യയിലേക്ക് പറഞ്ഞയച്ചു. ആ റഷ്യയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവർക്കൊക്കെ പിന്നെ പിൽക്കാലത്ത് അവാർഡ് കൊടുത്തു. ഈ അവാർഡ് കൊടുത്തപ്പോൾ നമ്മൾ തിരിച്ചു ഇവരൊക്കെ മഹാബുദ്ധിമാന്മാരാന്ന് തിരിച്ചു. സത്യത്തിൽ ഇവർ ബുദ്ധിമാന്മാരല്ല, ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ്. കറക്റ്റാണ്. ഇവർ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ തരത്തിൽപ്പെട്ട ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുടെ വലിയൊരു പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പിൽക്കാലത്ത് കിട്ടി. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ വായനശാലകൾ മുഴുവൻ ഇവരുടെ പുസ്തകങ്ങൾ നിറഞ്ഞു. അപ്പൊ നമ്മൾ തിരിച്ചു ഇവരല്ല മഹാപണ്ഡിതന്മാരാണ്. ONV മഹാപണ്ഡിതനാണ്, NV കൃഷ്ണവാര്യർ അതിനേക്കാൾ പണ്ഡിതനാണ്, മറ്റുള്ള ഞാൻ പേരുകൾ പലരെയും ഞാൻ പറയുന്നില്ല, ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ പറയുന്ന പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാടാണ് സോവിയറ്റ് റഷ്യയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഈ നാമമാത്രമായിട്ട് പണം ചെലവാക്കിക്കൊണ്ട് ഇവിടുന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആളുകളുടെ ഏർപ്പാട്. ഇവർക്ക് തിരിച്ചു വന്നു. ഇന്നിപ്പോ റഷ്യയിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. റഷ്യ പാപ്പരാണെന്നിപ്പോ, അവിടേക്ക് ആരും കൊണ്ടുപോകുന്നില്ല. അന്ന് കൊണ്ടുപോയ ആളുകൾ ഒരു മാറ്റം എഴുതിയുള്ള ആള് P. കേശവദേവ് മാത്രമാണ്. 952 അദ്ദേഹത്തെ കൊണ്ടുപോയി. 90 മുതൽ അദ്ദേഹം റഷ്യയില് ഇവിടുത്തെ എഴുത്തുകാർ കാണാത്ത ചില സംഗതികൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം വന്ന് സോവിയറ്റ് റഷ്യക്കെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹം എഴുതി. ഇതാണ് അവസ്ഥ. ഇപ്പൊ ഈ സ്ഥിതി തന്നെയാണ് മലപ്പുറത്തെ സംബന്ധിച്ചുള്ളത്. മലപ്പുറത്തിന്റെ വേറെ സവിശേഷത, മലപ്പുറം എന്ന് പറയുന്ന മലബാർ ഭാഗത്താണ് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യം നിലനിൽക്കുന്ന സ്ഥലം. അതാണ്. പൂന്താനം ജനിച്ചത് അവിടെയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കേന്ദ്രം അതാണ്. ഇന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ മേൽപ്പത്തൂർ അവിടെയാണ്. ഇവരൊക്കെ അവിടെയാണ് ജനിച്ചത്. എല്ലാവരും എടശ്ശേരി, റൂബ്, ആട്ടിം എല്ലാവരും വലിയ വലിയ സാംസ്കാരിക നായകന്മാര്. ഈവൻ MT വാസുദേവൻ നായർ അടക്കം വള്ളത്തോൾ അവിടെയാണ്. ഒരു പുഴയുടെ ഇപ്പുറത്താണ്. എങ്ങനെയാണെങ്കിലും അവര് ഏതാണ്ട് അരികത്താണ്. മാധവിക്കുട്ടി തൊട്ട നാലപ്പാടിനും മാധവിക്കുട്ടിയൊക്കെ അരികത്താണ്. അങ്ങനെയുള്ള ആളുകൾ മുഴുവൻ ജനിച്ചിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പലപ്പോഴും ഒരു സ്ഥലത്തിന്, ഒരു നാടിനെ ഇല്ലാണ്ടാക്കാൻ ചെയ്യേണ്ടത് അതിന്റെ സാംസ്കാരിക തനിമ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവിടെ കടന്നാക്രമണം നടത്തി ആ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഈ ദൗത്യം മലബാർ ഭാഗത്തും വിജയിച്ചു. അത് മലബാറിലെ ഭാഗത്തല്ല, കേരളത്തിൽ എങ്ങനെയാണ്? മൊത്തം കേരളം എങ്ങനെയാണ്? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടില്ല. കേരളം 100% സാക്ഷരത കൈവരിച്ച സ്ഥലമാണ്. സെന്റ് തോമസ് വന്ന എവിടെയാ? കേരളത്തിലേക്കാണ്. അറബികൾ വന്ന എവിടെയാ? കേരളത്തിലേക്കാണ്. ഡച്ചുകാർ വന്ന എവിടെയാണ്? കേരളത്തിലേക്കാണ്. ബ്രിട്ടീഷുകാർ വന്ന എവിടെയാണ്? കേരളത്തിലാണ്. പോർച്ചുഗീസുകാർ വന്ന എവിടെയാണ്? കേരളത്തിലാണ്. ഇതിന് ഇവര് ടാർഗറ്റ് ഉണ്ട്. ഇതെല്ലാം വളരെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ടാർഗറ്റിന്റെ ഭാഗമാണ് കേരളവും അതേപോലെ തന്നെ മലപ്പുറവും. എനിക്ക് മലപ്പുറത്ത് നമ്മൾ ഈ ഒറ്റപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രന്മാരെ നിർത്തി വിജയിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യേണ്ടത് കേവലം അതിന്റെ അടിസ്ഥാനത്തിലല്ല, ഒരു ദീർഘകാലത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരു 2000 വർഷത്തെ പഴക്കെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് സെന്റ് തോമസ് വന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എന്ന് കണ്ടു പറയുന്നത് AD ആരംഭിക്കുന്ന 650 ഡോക്ടർ SK വസന്തൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം. എഴുതി വെച്ചിരിക്കുന്നത് കേരളത്തിന്റെ തോമസ് ലീ മിത്താണെന്നുള്ള ഒരു അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല. ബെനഡിക്ട് 17 പറഞ്ഞിട്ടുണ്ട്. ബെനഡിക്ട് 17 മാർപ്പാപ്പ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സെന്റ് തോമസ് കേരളത്തിലൊന്നും പോയിട്ടില്ല. അദ്ദേഹം പോയത് അവിടെ ഹിമാലയത്തിൽ പോയി. ഹിമാലയത്തിൽ നിന്ന് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തേക്ക് കൂടി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി എന്ന് ബെനഡിക്ട് 17 പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് സത്യദീപത്തിലെ ആർട്ടിക്കിൾ വന്നിരുന്നു. എന്റെ ഓർമ്മ ഒരു 15 കൊല്ലത്തിന് മുമ്പായിട്ടാ സത്യദീപത്തില് അതിന് വിമർശിച്ചുകൊണ്ട് സെന്റ് തോമസ് കേരളത്തിൽ വന്നു. അത് എഴുതിയ ആള് പോൾ തേലക്കാടാണ്. ഇപ്പൊ അദ്ദേഹം മറ്റേ പെരുവഴിയിലാണ്. ഈ പെരുവഴിയിലാണ് പോൾ തേലക്കാട്. ഈ പോൾ തേലക്കാട് എന്ന സത്യദീപത്തിൽ ലേഖനം എഴുതിയിരുന്നു. ഇന്ന് മാത്രമല്ല വർക്കിവിധേയത്തിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ വർക്കിവിധേയത്തിന്റെ പുസ്തകത്തിന്റെ പഠനം നടത്തിയിട്ടുള്ളത് പോൾ തേലക്കാടാണ്. അതിനകത്ത് ഇത് പരാമർശിച്ചിട്ടുണ്ട്. അന്നൊക്കെ സെന്റ് തോമസ് വന്നു എന്ന് സ്ഥാപിക്കാനുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ മലപ്പുറം ജില്ലയിൽ ഒരു അധിനിവേശം മലപ്പുറം ജില്ലയിലുണ്ട്. മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും വലിയ ഒരു അധിനിവേശം അവിടെ സംബന്ധിച്ചുണ്ട്. ഇതിന്റെ തുടക്കം കുറിക്കുന്നത് 100 കൊല്ലത്തിന് മുമ്പാണ്. നമ്മുടെ മറ്റേ ഖിലാഫത്ത് സമരം നടന്ന സമയത്ത്, ഖിലാഫത്ത് സമരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും മാഷ്. ഖിലാഫത്ത് സമരം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള മലപ്പുറത്ത് ഉണ്ടായില്ലല്ലോ, മറ്റേ ഉത്തർപ്രദേശിൽ ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലല്ലോ. അത് മറ്റേ ഹൈദരാബാദിൽ ഈ സാമ്രാജ്യത്വം ഉണ്ട്, ജന്മിത്വം ഉണ്ട്, രണ്ടും എമ്പാടും ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഉണ്ടായിരുന്നതാണ്. അവിടെ ഉണ്ടായിട്ടില്ല. എവിടെ ഉണ്ടായിട്ടില്ല? നൈസാം ഭരിച്ചിരുന്ന ഹൈദരാബാദിൽ ഉണ്ടായില്ല, ലാഹോറിൽ ഉണ്ടായില്ലെന്നേ. ഇതുണ്ടായ ഏക സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയാണ്. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് വർഗീയ ചേരിതിരിവിന്റെ ഭാഗമാണ്. ഇത് സുന്നികൾ ഉണ്ടാക്കിയ സമരമാണ്.
സുന്നി ആയിരിക്കുന്ന ആളെ മാറ്റിയിട്ട് ഷിയാ വിഭാഗത്തിൽപ്പെട്ട കമാൽ പാഷയെ തുർക്കിയിൽ ഖലീഫയാക്കിയിട്ട് വച്ചതിന്റെ പേരിൽ ഉണ്ടാക്കിയ സമരമാണ്. ഓ, അങ്ങനെ ഒരു കളറും ഉണ്ടായി. അങ്ങനെ കളർ അതിനകത്തുണ്ട്. ഓ, ഞാൻ മാഷ് വേറെ നോക്കിയിട്ടില്ല. ഏറ്റവും അത്ഭുതമുള്ള പ്രശ്നം, കേരളത്തിലെ മുസ്ലിങ്ങള് ഏത് സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ രൂപീകരണത്തെ എതിർത്തപ്പോഴാണ്? ജിന്ന നേതൃത്വം വഹിച്ച സമയത്താ. എന്താ കാരണം? ജിന്ന ഷിയയാണ്. അതെ അതെ, 930 കേരള മുസ്ലിങ്ങൾ എതിർത്തിട്ടുണ്ടോ പാകിസ്ഥാനെ? കേരള മുസ്ലിങ്ങൾ ഒരു സമയത്ത് എതിർത്തു. എന്റെ അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ അൻവർ പറഞ്ഞില്ല, എന്റെ അച്ഛൻ ഇതിനെതിരായിരുന്നു പറഞ്ഞു. അല്ല, അത് അദ്ദേഹം കോൺഗ്രസ് ആയതുകൊണ്ടാണ്. ദേശീയ മുസ്ലിം കോൺഗ്രസ് ആയതിന്റെ പേരിലല്ല, ഇങ്ങനെ ആദ്യം അനുകൂലിച്ച ആളാ. ആര്? ഈ അൻവറിന്റെ അച്ഛൻ ആണോ? അൻവറിന്റെ അച്ഛൻ അനുകൂലിച്ചതിനെ സംബന്ധിച്ച് എന്റെ തെളിവുണ്ട്. അതിനുശേഷം ഇങ്ങനെ എതിർത്ത ഒരു സമയമുണ്ട്. എതിർത്തത് ഇവര് മറ്റേ മുഹമ്മദ് അലി ജിന്ന നേതൃത്വത്തിലേക്ക് വന്ന സമയത്താണ്. അല്ല, അതിനുശേഷം ആലി സഹോദരന്മാര് വന്നു, ലീഗിന്റെ അധ്യക്ഷനായി. കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന 1923 അധ്യക്ഷനായിരുന്ന ഷൗക്കത്ത് അലി 930 ലീഗിന്റെ അധ്യക്ഷനാണ്. കാര്യം ജിന്നയുടെ നിന്ന് ഇവര് സാധനം നേതൃത്വം തട്ടിപ്പറിക്കുകയാണ്, വലിയ യുദ്ധം ഉണ്ടാക്കുകയാണ്. ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. അല്ല, ഷൗക്കത്ത് അലി സാഹിബ് ആദ്യം അനുകൂലിച്ചിരുന്നു. അനുകൂലിച്ചതിന് ശേഷം അദ്ദേഹം എതിർത്തതിന് ശേഷം വീണ്ടും അനുകൂലിച്ചു. മൂന്നാം ഘട്ടത്തിൽ അനുകൂലിക്കുകയാണ്. അത് ഇവരിൽ മാത്രമല്ല കേട്ടോ, CPM-ന്റെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന 2 പേര് പാകിസ്ഥാനിലേക്ക് പോയിന്ന് മാത്രമല്ല, അവരനുകൂലമായിരുന്നല്ലോ. അവരനുകൂലമായിരുന്നു. മലപ്പുറത്ത് എന്റെ ഉപ്പാന്റെ കാലത്ത് ഓർമ്മയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ലിയാഖത്ത് അലി ഖാൻ 46-ല് പാകിസ്ഥാൻ ഭാഗത്തിന് അനുകൂലമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മഞ്ചേരിയിൽ വന്നു. മഞ്ചേരിയിൽ വന്നപ്പോൾ അവിടെ 6 പേരുള്ള ഒരു സ്വീകരണ ജാഥ, പാകിസ്ഥാൻ സിന്ദാബാദ്, ലിയാഖത്ത് അലി ഖാൻ സിന്ദാബാദ്. ആരായിരുന്നു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തതെന്ന് അറിയോ? സാക്ഷാൽ ഇമ്പിച്ചുവായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അധികാരിയുടെ തിസീസ് അനുസരിച്ച് പാകിസ്ഥാൻ വേണ്ടതാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. അപ്പൊ ഇപ്പൊ സത്യത്തിൽ വിഭജനത്തെ എതിർക്കുന്ന CPM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ആത്മാർത്ഥത അന്നത്തെ ആ നിലപാടിലുണ്ടോ? അവർ ഏറ്റു പറഞ്ഞു, തെറ്റാണെന്ന് പറഞ്ഞു. അതൊക്കെയാണ് അതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എവിടെയും ആത്മാർത്ഥം ഉണ്ടായിട്ട് ആരും ആരോപണം ഉന്നയിച്ചില്ല. നമ്മൾ മലപ്പുറത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതുകൂടി ചേർന്നതാണ്. കാരണം മലപ്പുറത്ത് മുസ്ലിം ലീഗ് വിഘടനവാദികളാണ്, വിഭജനവാദികളാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ വാദം CPM ഉയർത്തിയിട്ടുണ്ട്. അല്ല, CPM-ന്റെ എക്കാലത്തെ വാദങ്ങൾ വിഭജനത്തിന് അനുകൂലമായിരുന്നു. അതെ. 2, ഈ മുസ്ലിം യാഥാസ്ഥികത്വത്തിന്റെ വോട്ട് വാങ്ങുക എന്ന തന്ത്രം ഒരു കാലത്ത് ലീഗിൻ്റെതായിരുന്നെങ്കിൽ ഇന്ന് ആ തന്ത്രം യഥാർത്ഥത്തിൽ പയറ്റുന്നത് ഇടതുപക്ഷമാണ്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ വല്ല മടിയുള്ള ഉള്ളിന്റെ ഉള്ളില് ഉള്ളവന് അത് പതുക്കെ മാറ്റിയെടുത്ത് 2 തരത്തിലാണ് മാറ്റിയെടുത്തത്. ഒന്ന് അരിവാൾ സുന്നി എന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തിന്റെ കൂട്ടം. അപ്പൊ അരിവാൾ സുന്നി എന്ന് പേരിട്ടാൽ അരിവാളിനോടുള്ള വിരോധം മാറി. പിന്നെ രണ്ടാമത് ഈ ചിഹ്നം തന്നെ മാറ്റി കൊടുക്കുക, വല്ല ആപ്പിളോ ഈ പറഞ്ഞ ആപ്പിളോ റാന്തലോ എന്തെങ്കിലും വേണ്ടി ഉപയോഗിക്കാം. അതാണ്. അല്ല, അതിന് വലിയ കാരണമുണ്ട്. കാരണം ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് കേരളത്തില് സൈദ്ധാന്തികപരമായിട്ട് വളരെ പാപ്പരത്വത്തിലായിട്ടുള്ള പ്രസ്ഥാനമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് നിലവാരം കുറഞ്ഞ പരിപാടി അവരെടുക്കും. ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. മലപ്പുറത്ത് അവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളുടെ സുന്നി വിഭാഗത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ട് ലീഗിനാണ്, വരേണ്യവർഗം പൂർണ്ണമായിട്ട് ലീഗിന്റെ കൂടെയാണ്. അപ്പൊ അതല്ലാത്ത പിന്നോക്കക്കാരെങ്ങനെ പിടിക്കാന്നുള്ളതാണ് പിന്നത്തെ പ്രശ്നം. ഈ സാംസ്കാരിക അധിനിവേശത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നന്ദേടനെ പോലെ മുതിർന്ന ഒരു സാംസ്കാരിക ബോധത്തിനോട് ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ഈ തരത്തിലുള്ള സ്ട്രാറ്റജിയൊക്കെ പ്രയോഗിച്ചിട്ട് മലപ്പുറം ലീഗിന്റെ പരിധിയിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് വരുന്നത് കൊണ്ട് മൗലികമായി എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റവും വരില്ല. ഇന്ന് മാത്രമല്ല, ലീഗിന്റെ കൂടെ നിൽക്കുന്ന സുന്നികളായിരിക്കുന്ന ആളുകൾ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നില്ല. മറിച്ച് ഇവരക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇവരുദ്ദേശിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഹിന്ദുക്കളിലുണ്ടായിരുന്ന വരേണ്യവർഗത്തെ പിടിച്ചുകൊണ്ട് കേരളത്തിലെ പിന്നാക്ക സമുദായങ്ങളെ പിടിച്ചവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. കാരണം നമ്പൂതിരിമാരും നായന്മാരായിട്ടുള്ള ഒരു പറ്റ ആളുകളും ക്ഷത്രിയന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഒന്നിച്ചേർന്നുകൊണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പിന്നാക്കക്കാരായിരിക്കുന്ന ആളുകളെ ഈഴവാദി വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോരുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായിരുന്നത്. ആ സമീപനം ഇവരിപ്പോൾ മലപ്പുറത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൾച്ചറലായിട്ട് മലപ്പുറത്തിന്റെ ഒരു ഐഡന്റിറ്റിയെ തകർക്കുന്ന അധിനിവേശ പ്രവർത്തനങ്ങൾ തന്നെയാണ് 2 കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയ കരുതലില്ല. അവർ തകർക്കുകയാണത്. അധിനിവേശ എന്ന് ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക അധിനിവേശമാണ്. അതിനെ മലപ്പുറം ജില്ലയുടെ മലബാറിന്റെ സാംസ്കാരിക തനിമയെ തകർത്താൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തകന്മാരുടെ അവരുടെ അഭിപ്രായതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരുപക്ഷെ അവരുടെ ചിന്തകന്മാരുടെ അഭിപ്രായം എന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ വായിൽ വന്നുപോയെങ്കിൽ പോലും അങ്ങനെ ചിന്തകന്മാരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചില്ല. ഇത് കൃത്യമായിട്ട് പ്രൊഫഷണൽസിന്റെ തീരുമാനമാണ്.
വിഷയങ്ങൾ പഠിക്കുന്ന പ്രൊഫഷണൽസ് ഉണ്ട്, കരിയറിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അവർ തീരുമാനമാണ്. അവർ തീരുമാനിച്ചിട്ട് നിങ്ങൾ ഇന്ന് ഇത്തരത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അത് പിണറായി വിജയൻ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിൻ്റെ അപ്പുറത്ത് പ്രാധാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അക്കാര്യത്തിലില്ല. ഇത് തന്നെയാണ് പഴയകാലത്ത് ജ്യോതിബാസു അവിടെ ഇംപ്ലിമെന്റ് ചെയ്തതാണത് ബംഗാളില്. അത് നാശത്തിലേക്കുള്ള വഴിയായിരുന്നല്ലോ. ഇത് നാശത്തിലേക്കുള്ള വഴിയാണ്, അതേ വഴിയിലാണ് പോകുന്നത്. ഇതിനകത്ത് പരമാവധി 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലത്തിൽ താഴെ ആയുസുള്ളൂ CPM-ന്. 10 കൊല്ലത്തിൽ കേരളത്തിൽ CPM എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവും, ഒരു സംശയമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ആളെ കിട്ടില്ല എന്നുള്ളവരും എനിക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കും. 10 കൊല്ലം കഴിഞ്ഞാൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ആളുണ്ടാവില്ല. അത്രയ്ക്ക് വലിയ പതനം സംഭവിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തകന്മാരില്ല, ചിന്തകന്മാരില്ലാത്ത എഴുത്തുകാരില്ല. അത്തരം ചിന്തകന്മാരില്ലാത്ത ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒരു സ്ട്രാറ്റജി തയ്യാറാക്കാൻ സാധ്യമല്ല. ഒരു സ്ട്രാറ്റജി അവരെ സംബന്ധിച്ചില്ല. ഉദരനിമിത്തം ബഹിർത വേഷം എന്നാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പറയാവുന്നത്. സുചിന്തിതമായ കാര്യങ്ങൾ ആലോചിച്ചു പഠിച്ചും പറയുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഇത് ചരിത്രത്തിന്റെ ചുവരിൽ കിടക്കട്ടെ. ഇതൊരു പ്രവചനം തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. മിക്കവാറും ഇത് കാത്തിരുന്ന് കാണാൻ തന്നെയുള്ള ആയുസ്സുണ്ടാകും എന്ന് വിചാരിക്കാം. മലപ്പുറത്തുകാർ പ്രത്യേകിച്ച് ഇത് കാണട്ടെ. തീർച്ചയായിട്ടും. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.